കോട്ടയത്തെ ഇടത് വലത് ശക്തി കേന്ദ്രങ്ങളിൽ നിർണായക വളർച്ചയാണ് ബി.ജെ.പിക്ക്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാന നേട്ടങ്ങളിലൊന്നാണ് മന്ത്രി വി.എൻ. വാസവന്റെ മണ്ഡലത്തിലെ ഐമനം ഗ്രാമപഞ്ചായത്തിൽ നേടിയ ചരിത്ര വിജയം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഊർജ്ജം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇക്കുറി ജില്ലയിൽ നിന്നും ബി.ജെ.പിക്ക് ലഭിച്ചത്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഐമനവും കിടങ്ങൂരും അടക്കമുള്ള പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യത്തിലേക്ക് ബി.ജെ.പി എത്തുക, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം, അതോടൊപ്പം തന്നെ നിർണായക ശക്തിയായി മാറുക, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് കോട്ടയം വെസ്റ്റ് ജില്ലയിൽ ബി.ജെ.പി നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും 2 പഞ്ചായത്തുകൾ പിടിക്കാനായി. ഒന്ന് പ്രധാനപ്പെട്ടത് ഐമനം പോലൊരു പഞ്ചായത്ത് പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഐമനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് ബി.ജെ.പി എത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ, കോട്ടയത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ നമുക്കെടുക്കാൻ സാധിക്കും. കാരണം ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രദേശങ്ങളാണ് സഹകരണ വകുപ്പ്, ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയുടെ അസംബ്ലി മണ്ഡലത്തിൽ വരുന്ന പ്രദേശമാണ് ഐമനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐമനത്ത് ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം, അത് കാലാകാലങ്ങളായിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു പടിപടിയായിട്ട് ഓരോ ഘട്ടമായിട്ട് തന്നെ അത് ബി.ജെ.പി അതിനെ തരണം ചെയ്ത് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മുന്നേറ്റം പാർട്ടിക്ക് ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഐമനം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഓരോ സമയത്തും അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ എല്ലാം ഒരു റിസൾട്ടായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ ഒരു ശക്തമായ മുന്നേറ്റത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്കതിനെ കാണാം. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലും 2ാമത് കക്ഷിയായിട്ട് ബി.ജെ.പി ആണ് അവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ബി.ജെ.പിയുടെ ഒരു കടന്നുകയറ്റത്തെ, അതിനെ ജനങ്ങൾ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി മാറുമ്പോൾ വികസന മന്ത്രം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും ബി.ജെ.പിയുമാണ് എന്ന് ഒരു ഫലമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. 2-3 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഒരു പ്രവർത്തനത്തിന് ഈ ഒരു വിജയം അത് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം, കഴിഞ്ഞ തവണ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുന്നു. ഇപ്പോൾ ആർപ്പൂക്കരയിൽ 2 സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിക്കുമ്പോൾ അതൊരു ആദ്യമായിട്ടാണ് അവിടുത്തെ ഒരു 2 സീറ്റ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എല്ലാം കൂടെ നോക്കിക്കാണുമ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനകീയ വികാരം ഉണ്ടാകുന്നത്, അത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് കാതലാവും. തീർച്ചയായും അത് തന്നെയാണ്. മന്ത്രി വി.എൻ. വാസവന്റെ മണ്ഡലമാണ്, അവിടെയാണ് ഐമനം ഗ്രാമപഞ്ചായത്തുള്ളത്. അവിടെയാണ് ഈ തിളക്കമാർന്ന ഒരു വിജയം ബി.ജെ.പി കരസ്ഥമാക്കിയത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ ഗ്രാമ-നഗര വ്യത്യാസമില്ല, എല്ലാ മേഖലകളിലും കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ, കൃത്യമായുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു. വികസനം എന്നുള്ള ഒരു പ്രധാന അജണ്ട മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 1 മാസത്തിലധികമായി ബി.ജെ.പി നടത്തി വന്നത്. അതിൻ്റെ ഏറ്റവും റിസൾട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്.